ഇന്നലെ എത്തിയ ഒരു പ്രധാനപ്പെട്ട വാർത്ത, കൊല്ലം സ്വദേശിയായ 13 വയസ്സുകാരിക്ക് ഒരു ഹൃദയം ആവശ്യമുണ്ടായിരുന്നു. ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിച്ച മറ്റൊരു യുവാവിൻ്റെ ഹൃദയം ആ കുഞ്ഞിൽ ഇപ്പോൾ തുന്നിച്ചേർത്തിട്ടുണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ എറണാകുളം ലിസി ആശുപത്രിയിൽ പൂർത്തിയായി എന്ന സന്തോഷ വിവരം പ്രേക്ഷകരെ അറിയിക്കുകയാണ്. മസ്തിഷ്ക മരണം സംഭവിച്ച അങ്കമാലി സ്വദേശി ബിൽജിത്തിന്റെ ഹൃദയമാണ് 13-കാരിയിൽ മാറ്റിവെച്ചത്. പുലർച്ചെ 1:30 ആ ശസ്ത്രക്രിയ ആരംഭിച്ചത്. ശസ്ത്രക്രിയ വിജയകരമാണെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം പറഞ്ഞു. നമുക്ക് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരവുമായി ഞങ്ങളുടെ പ്രതിനിധി സംസാരിച്ചു, കേൾക്കാം. ഇന്നലെ രാത്രിയോടുകൂടി ഞങ്ങൾ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ചെന്നു. ദാതാവിന്റെ ഹൃദയ പരിശോധനയിൽ നമ്മളുടെ ആവണിക്ക് അത് ചേരുന്നതാണെന്ന് മനസ്സിലാക്കുകയും അത് ഹാർവെസ്റ്റ് ചെയ്ത് ഏകദേശം ഒരു 3:30 മണിയോടുകൂടി, ഇന്ന് രാവിലെ 3:30 മണിയോടുകൂടി ആവണിയുടെ ശരീരത്തിൽ ആ പുതിയ ഹൃദയം സ്പന്ദിക്കുവാനും തുടങ്ങി. ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് വിജയകരമായിരുന്നു. ഇത്രയും സമയത്തിനിടയ്ക്ക് ആദ്യത്തെ 24 മണിക്കൂർ 48 മണിക്കൂറോളം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ശസ്ത്രക്രിയ പോലെ തന്നെ പ്രാധാന്യം ഇനിയുള്ള 48 മണിക്കൂറിനുണ്ട്. വെന്റിലേറ്ററിലായിരിക്കും ഇനിയുള്ള 48 മണിക്കൂർ ശുശ്രൂഷിക്കുക. വെന്റിലേറ്ററിൽ നിന്ന് മാറിക്കഴിയുമ്പോഴേ ഉള്ളൂ നമുക്ക് യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കഴിഞ്ഞു, ഓപ്പറേഷൻ വിജയിച്ചു എന്ന് പറയാനാവും. വളരെ അവിചാരിതവും നമുക്ക് സങ്കല്പത്തിന് അതീതവുമായിട്ടുള്ള ഒരു വസ്തുതയാണ് 2 ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 48 മണിക്കൂറിനുള്ളിൽ കേരളത്തിൽ നടക്കുക എന്നുള്ളത്. ഞങ്ങൾക്ക് അതിനകത്ത് ഭാഗഭാക്കാക്കാൻ പറ്റിയതിൽ ഞങ്ങളും വളരെയധികം കൃതാർത്ഥരാണ്. എല്ലാത്തിനും ഓരോ നിയോഗങ്ങളുണ്ട്, നമ്മൾ അതിന്റെ ഒരു ഭാഗമായി മാറിയെന്ന് മാത്രം. എല്ലാത്തിനും ഓരോ നിയോഗമുണ്ട്, നമ്മളതിൻ്റെ ഭാഗമായി മാറി. ആ 13 വയസ്സുകാരി പെൺകുട്ടിയിൽ ബിൽജിത്തിന്റെ ഹൃദയം ഇനി മിടിച്ചു തുടങ്ങി. എത്ര സുന്ദരമായ ഒരു കാര്യമാണല്ലേ, ഒരു ഹൃദയം മറ്റൊരാളിൽ മരണശേഷം മിടിക്കുക. ലേബി സജിന്ദനുണ്ട്. ലേബി, 48 മണിക്കൂറിനുള്ളിൽ കേരളം കണ്ടത് 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകളാണ്. വളരെ പോസിറ്റീവായൊരു വാർത്തയാണ്. തീർച്ചയായും ബിൽജിത്തിന്റെ മരണം ഒരു നഷ്ടമാണെങ്കിൽ കൂടി. എന്താണ് ജോസ് ചാക്കോ പെരിയപ്പുറം പറയുന്നത്? ഡോക്ടർ അരുൺ, ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടത്തിന്റെ വഴിയിലെ അടുത്ത ഒരു ചുവടുവയ്പ്പാണ്. കാരണം ഡോക്ടറാണ് കേരളത്തിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത്. ഇന്ത്യയിലാകട്ടെ രണ്ടാമതും ഒരാളിലേക്ക് ഹൃദയം ഒരു തവണ മാറ്റിവെച്ച് പരാജയപ്പെട്ടപ്പോൾ വീണ്ടും ഒരാളിലേക്ക് രണ്ടാമത്തെ ഹൃദയം മാറ്റിവെച്ചു. അതൊക്കെ വലിയ ചരിത്രമാണ്. ഹൃദയവും ശ്വാസകോശവും ഒരാളിലേക്ക് ഒരുമിച്ച് മാറ്റിവെച്ചു. അതുപോലെ തന്നെ 22,000 ഹൃദയ ശസ്ത്രക്രിയകൾക്കാണ് അദ്ദേഹം നേതൃത്വം കൊടുത്തിട്ടുള്ളത് കേരളത്തിൽ. അങ്ങനെ വലിയ ചരിത്രം എഴുതിയ ആൾ തന്നെയാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ഒരു നേട്ടങ്ങൾ മറ്റൊന്നുകൂടിയാണ് ഇത് എന്ന് പറയാൻ സാധിക്കും. 48 മണിക്കൂറിൽ 2 ഹൃദയ ശസ്ത്രക്രിയ വിജയകരമായി അദ്ദേഹം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നലെ ബിൽജിത്തിന്റെ ഹൃദയം ഇന്ന് പുലർച്ചെ 3:30 ഈ 13-കാരിയിൽ സ്പന്ദിച്ചു തുടങ്ങി എന്നുള്ള ശുഭകരമായ വാർത്ത കേട്ടാണ് കേരളം ഇന്ന് ഉണർന്നത്. ഏതായാലും വളരെ സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. കാരണം ചെറിയ കുട്ടി ആയതുകൊണ്ട് തന്നെ ഡോക്ടർക്ക് തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്നലെ ബിൽജിത്തിന്റെ മരണം. ഡോക്ടർ അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് 2 ഭാഗമുണ്ട്. ഒന്ന് ശുഭകരമായ വാർത്ത പങ്കുവയ്ക്കുന്നതിന്റെ സന്തോഷം, മറ്റൊന്ന് അപ്പുറത്തൊരു 18 വയസ്സുള്ള കുട്ടിയെന്ന് എനിക്ക് പറയാൻ സാധിക്കൂ. 18 വയസ്സുള്ള എൻ്റെ മകളുടെ പ്രായമുള്ള ഒരു കുട്ടിയാണ്. ഒരു കുട്ടി അവിടെ ജീവൻ പൊലിഞ്ഞ് കിടക്കുന്നു. ആ ഒരു സന്ദർഭത്തിലും ആ കുട്ടിയുടെ വീട്ടുകാരുടെ ഒരു സമയോചിതമായ ഇടപെടൽ തന്നെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. 18-കാരനായ ബിൽജിത്ത് വാഹന അപകടത്തിൽ കഴിഞ്ഞ 2-ാം തീയതി വൈകിട്ടാണ് അപകടമുണ്ടായത്. ബിൽജിത്ത് റോഡിൽ ഒരുപാട് സമയം രക്തം വാർന്നു കിടന്നു. അതുകൊണ്ടാണ് ബിൽജിത്തിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത്. വെന്റിലേറ്റർ സഹായം കൊടുത്തെങ്കിലും മസ്തിഷ്ക മരണം ഇനിയാന്ന് രാത്രിയോടുകൂടി സംഭവിക്കുകയായിരുന്നു. ബ്രെയിൻ ഡെത്ത് ആയി എന്നറിഞ്ഞപ്പോൾ തന്നെ ആ കുടുംബം ഇത്രയും വലിയ വേദനകൾക്കിടയിലും ഇത് അറിയിക്കുകയായിരുന്നു അവയവം ദാനം ചെയ്യാനുണ്ടെന്ന്. അതേ തുടർന്നാണ് ഇന്നലെ 1:30 ഹൃദയം ഇവിടെ എത്തിച്ചു. ആ ശസ്ത്രക്രിയ പുരോഗമിച്ചു. ഇപ്പോൾ 6:30 അത് വിജയകരമായി പൂർത്തിയായത്. ഇപ്പോൾ ഐസിയുവിൽ തുടരുകയാണ്. അവയവങ്ങൾ കൂടി ചിലർക്ക് തുണയായി മാറാൻ പോവുകയാണ് അല്ലേ? തീർച്ചയായും ആന്തര അവയവങ്ങളെല്ലാം ദാനം ചെയ്യാനുള്ള തീരുമാനം അപ്പോൾ തന്നെ ആ കുടുംബം എടുക്കുകയായിരുന്നു. അതിനെ തുടർന്നാണ് മറ്റ് അവയവങ്ങൾക്കൊപ്പം ഹൃദയവും ഇന്നലെ എടുത്തത്. അതിനുശേഷമാണ് ഹൃദയം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇപ്പോൾ ഇവിടുത്തെ രോഗിയെ ഇവിടുത്തെ രോഗി എന്ന് പറയാൻ നമ്മുടെ പുതുജീവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 13-കാരിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ ഇതുവരെയുള്ള ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. 48 മണിക്കൂർ അതിനിർണായകം തന്നെയാണ്. 48 മണിക്കൂർ വെന്റിലേറ്റർ സഹായത്തോടു കൂടിയാണ് ഇവിടെ 13-കാരി തുടരുന്നത്. അതിനുശേഷം വെന്റിലേറ്റർ സപ്പോർട്ട് കുറച്ചാൽ മാത്രമേ ഇത് വിജയകരമായി പൂർത്തീകരിച്ചു എന്ന് സാധിക്കാനാകൂ എന്ന് ഡോക്ടർ തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സമയത്ത് നമ്മൾ ബിൽജിത്തിനെ കൂടി ഹൃദയപൂർവ്വം അനുസ്മരിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ബിൽജിത്തിനെ മാത്രമല്ല, ബിൽജിത്തിന്റെ അച്ഛനെയും അമ്മയെയും ഹൃദയപൂർവ്വം നമ്മൾ സ്മരിക്കുകയാണ്.
അതേപോലെ ഐസക് ജോർജിൻ്റെ കുടുംബാംഗങ്ങളെയും നമ്മൾ സ്മരിക്കണം. ഐസക് ജോർജിൻ്റെ മകൾ കൂടിയുണ്ട്. ഐസക് ജോർജ് ഈ പൊതിച്ചോറൊക്കെ വിതരണം ചെയ്തിരുന്ന യുവജന സംഘടനയിൽ DYFI സംഘടനയുടെ അംഗം കൂടിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരുന്നപ്പോൾ പൊതിച്ചോറ് വിതരണം ചെയ്തു, മരിച്ച സമയത്ത് സ്വന്തം ഹൃദയം തന്നെ വിതരണം ചെയ്തു. ഇതിനേക്കാളൊക്കെ അപ്പുറം എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നൊക്കെ നമ്മൾ പറയുക. ബിൽജിത്തിൻ്റെ അമ്മയോടും ബിൽജിത്തിൻ്റെ അച്ഛനോടും ഒരുപാട് നന്ദിയുണ്ട്. അത് ആ കുടുംബത്തിൻ്റെ മാത്രമല്ല, കേരളത്തിൻ്റെ നന്ദി കൂടിയാണ്. മകൻ മരിക്കുന്ന സമയത്ത് ആ തീരുമാനം എടുക്കുന്നു, വളരെ പെട്ടെന്ന് അറിയിക്കുന്നു. കുട്ടിയെ വന്ദേ ഭാരതിൽ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും എറണാകുളത്തേക്ക് എത്തിക്കുന്നു. ആ പോലീസ് സംവിധാനം എല്ലാ സഹായവും ചെയ്യുന്നു. ഒടുവിൽ 48 മണിക്കൂറിനുള്ളിൽ 2 ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ പൂർത്തിയാവുന്നു. ബിൽജിത്തിൻ്റെ ഹൃദയം ആ കുട്ടിയിൽ തുടിച്ചു തുടങ്ങുന്നു. ഇനി എത്രയോ കാലം ജീവിക്കാനുള്ളതാണല്ലേ ആ കുട്ടി. ബിൽജിത്തിൽ തുടിച്ചിരുന്ന ഹൃദയം ഇനി കൊല്ലത്തെ ആ 13 വയസ്സുകാരിയിൽ തുടിക്കും.